ഞാനിപ്പോൾ ഉള്ളത് എവിടെയാണെന്നറിയാം നിങ്ങൾക്ക്? ഞാനിപ്പോൾ ഓസ്ലോയിലാണുള്ളത്. യെസ്, നോർവേയുടെ തലസ്ഥാനമായിട്ടുള്ള ഓസ്ലോയിൽ എത്തിയിരിക്കുകയാണ് KL2 യാത്ര. അപ്പോൾ നമ്മളിന്ന് ഓസ്ലോയിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണും. അതാണ് ഇന്നത്തെ പരിപാടി. ഓസ്ലോ എന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു സിറ്റിയാണ്. എനിക്കിവിടെ വന്ന് ഇറങ്ങിയപ്പോൾ മുതൽ ഇവിടുത്തെ ഒരു വൈബൊക്കെ നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ സിറ്റിയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടുത്തെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ പാസ് എടുത്തു. അതിന് ഏകദേശം ഇവിടെ നോക്കെന്ന് പറഞ്ഞൊരു കറൻസിയാണ്. ഒരു നോക്കെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 8 രൂപ വരും നമ്മുടെ. അപ്പോൾ എത്രയോ 1000 രൂപ അടുപ്പിച്ച് വന്നു ആ ഒരു പാസ് എടുക്കാനായിട്ട്. അപ്പോൾ എന്തായാലും KL2 പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം കഴിച്ചു. ഞാൻ ഇങ്ങനെ ഓടുന്നതിനായിട്ട് ആൾക്കാരൊക്കെ എന്നെ നോക്കാം. ഇവനെന്നെ ഓടുന്നത് ഇതുണ്ട്. ഇവിടെ കുറേ ഇത് ഭയങ്കര സെറ്റപ്പ് സ്ഥലം കേട്ടോ. ഒത്തിരി ഇഷ്ടപ്പെട്ടു. അയ്യാ, ഞാൻ ആദ്യം വന്നിരിക്കുന്നത് ഈ എന്താ പറയുക, ഇതിൽ ഏതാ കാണിക്കേണ്ടത്? ഇത് കാണിക്കണോ അത് കാണിക്കണോ? ഏതാ കാണിക്കേണ്ടത്? ഇത് കാണിക്കാം അല്ലേ? ഓക്കെ ഫൈൻ. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഓപ്പറ ഹൗസാണ് ഈ കാണുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പറ ഹൗസ് വേണമെങ്കിൽ ഇതായിരിക്കുമെന്ന് നമുക്ക് ഇപ്പോൾ പറയേണ്ടിയിരിക്കുന്നു. അതിമനോഹരമായിട്ടുള്ള ആ ഒരു ഇതിനപ്പുറത്ത് ആക്ച്വലി കടലിടുക്കാണ്. ആ ഭാഗത്തേക്ക് സ്ഥിതി ചെയ്തിരിക്കുന്നൊരു ബിൽഡിങ്ങാണ്. പിന്നെ ആ കാണുന്നത് മഞ്ച് എന്ന് പറഞ്ഞിട്ട് അതൊരു ആർട്ട് മ്യൂസിയമാണ്. മഞ്ച് ബിൽഡിംഗ് തന്നെ എന്ത് ഭംഗിയുണ്ട് കാണാൻ അല്ലേ? ആ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടോ? അതൊക്കെ അപ്പാർട്ട്മെൻറ്റുകളാണ്. സൺസെറ്റ് വരാനായിട്ട് പോകുമ്പോഴത്തേക്കിനും ആ സൂര്യൻ്റെ വെളിച്ചം അടിച്ചിട്ട് മൊത്തത്തിൽ എല്ലായിടത്തും റിഫ്ലക്ഷൻ അടിച്ച് ഒന്നാമത് നല്ല വെയിലുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പോസിറ്റിവിറ്റി നമുക്ക് കിട്ടും. ആ കെട്ടിടത്തിൻ്റെ മുകളിൽ ആ ഗ്ലാസ്സിൽ ആ വെള്ളം ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതുണ്ടോ? മഞ്ചെന്ന് പറഞ്ഞൊരു ബിൽഡിങ്. ഇതൊരു ആർട്ട് മ്യൂസിയമാണ് കേട്ടോ. എന്ത് രസം! മറ്റേത് സീകളല്ലേ? സീകളൊക്കെ ഇങ്ങനെ പറന്നു പോകുന്നു. പിന്നെ ഒരു പ്രത്യേക രസം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സ്ഥലം. ഇവിടെ ഞാൻ വരും. ഇവിടെ അല്ല ഇനി ഞാൻ വരും. പക്ഷെ എന്നാലും ഈ സ്ഥലം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല സ്ഥലം. ഈ കാണുന്നതാണ് നമ്മുടെ ഓപ്പറ ഹൗസ് എന്ന് പറയുന്നത്. 1100 മുറികളുണ്ട് ഇതിനകത്ത്. 5,30,000 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ഓപ്പറ ഹൗസിന്റെ വിസ്തീർണം എന്ന് പറയുന്നത്. ഇതിന് മുമ്പിൽ നമുക്കിവിടെ കാണുന്നത് ശരിക്കും ഇതിനെ ഓസ്ലോ ഫോർഡ് എന്നാണ് പറയുന്നത്. അതായത് ഇന്നർ ഓസ്ലോ ഫോർഡ് എന്നാണ് പറയുന്നത്. ശരിക്കും മാപ്പ് നോക്കിയാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. നമ്മൾ ഈ ഐസ്ലാൻഡ് ഗ്രീൻലാൻഡ് ഒക്കെ വരുന്ന ഒരു അറ്റ്ലാന്റിക് ഓഷന്റെ ഭാഗമായിട്ടുള്ള നോർത്ത് സീ ഉണ്ടല്ലോ, ആ നോർത്ത് സീയിൽ നിന്നും കുറച്ച് ഉള്ളിലേക്ക് കയറി കിടക്കുന്ന ഒരു കടലെടുക്ക് പോലത്തെ ഒരു പ്രദേശമാണ് ഈ കാണുന്നത്. കുട്ടികളൊക്കെ ഇവിടെ കളിക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കുന്നു. എന്തായാലും ആ ഒരു സൺസെറ്റിന്റെ സമയത്ത് കറക്റ്റ് സമയത്ത് വന്നെനിക്ക് മനോഹരമായിട്ട് ഈ ഒരു ഓപ്പറ ഹൗസിന്റെ ദൃശ്യം എനിക്കിവിടെ കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം. സാധാരണ നമ്മൾ കാണുന്ന പോലെ ആ ഒരു ട്രഡീഷണൽ രീതിയിലുള്ള ഓപ്പറ ഹൗസ് ഒന്നുമല്ല. ഇത് ഏറ്റവും പുതിയ ഓപ്പറ ഹൗസാണ്. 2008 ഇത് നിർമ്മിച്ചത്. മുകളിൽ ഇങ്ങനെ നിറച്ചിങ്ങനെ ഈ കടൽ കാക്കകൾ ഇങ്ങനെ പറന്ന് നടക്കുന്നത് കണ്ടോ? എന്ത് കിടിലൻ സ്കൈയാ. ഇവിടെ ചെറിയ ഒരു ബീച്ച് പോലെയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ? എനിക്ക് ഇവിടെ ഇത് ശരിക്കും ഇതിന്റെ ഫോട്ടോ ഞാൻ കണ്ടായിരുന്നു. സമ്മറിൽ ഈ ആൾക്കാരെല്ലാവരും കൂടെ വന്ന് ഇവിടെ ഈ കടലിൽ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങി കളിക്കും. എന്നിട്ട് ഇവിടെ എല്ലാം ഇങ്ങനെ തുണിയും പറിച്ച് ഇവിടെ ഇങ്ങനെ കിടക്കും ഈ ഭാഗത്തൊക്കെ. അതാണ് ഇതിൻ്റെ ഒരു പരിപാടി എന്ന് പറയുന്നത്. എന്തായാലും ആ മഞ്ച് ബിൽഡിംഗ് അടിപൊളിയാണ്. പിന്നെ ഇവിടെ കുറേ എനിക്ക് തോന്നുന്നു റിവർ ക്രൂയിസുകൾ പോലെ അങ്ങനെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങ് ദൂരെയൊക്കെ നമുക്ക് ആ ഒരു സീ ഫേസിങ് അപ്പാർട്ട്മെൻറ്റുകളൊക്കെ നമുക്ക് കാണാം. അങ്ങ് മലയുടെ മേളിലും അവിടെ ഇവിടെ എല്ലാം നമുക്ക് ധാരാളം അപ്പാർട്ട്മെൻറ്റുകളൊക്കെ കാണാം. എനിക്ക് ഇനി ഈ ബസ്സിൽ കയറി പോകണമായിരുന്നു. പക്ഷേ ആ ബസ് എടുത്ത് അപ്പുറത്തോട്ട് നിർത്തി. ഇനി അതിനകത്ത് കയറാൻ പറ്റത്തില്ല. ഇവിടെയുള്ള എല്ലാ ബസ്സുകളിലും നമുക്ക് വീൽ ചെയർ കയറ്റാൻ പറ്റും, പ്രാം കയറ്റാൻ പറ്റും, പിന്നെ വയ്യാത്ത ആളുകൾക്ക് കയറാൻ പറ്റും. അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള ബസ്സുകളാണ് എല്ലാം. ഇത് സ്കാനിയയുടെ ബസ് കണ്ടോ? സ്കാനിയയുടെ ലോ ഫ്ലോർ വണ്ടി. നമ്മുടെ നാട്ടിൽ അത് ലോ ഫ്ലോർ അല്ല, സാധാ വണ്ടിയാണ്. നമ്മുടെ നാട്ടിൽ അധികം ഇല്ലാത്ത ഒരു ടൈപ്പ് വണ്ടിയാണിത്. നമുക്കിനി ഈ ഒരു ട്രാവൽ കയറിയിട്ട് കുറച്ച് അപ്പുറത്ത് മാറിയിട്ട് ഒരു കത്തീഡ്രലുണ്ട്. നമുക്കത് കാണാനായിട്ട് പോകാം. വലിയ തിരക്കൊന്നും ഇല്ലാന്ന് തോന്നുന്നു വൈകിട്ട്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ എല്ലാം 7 മണിയാകുമ്പോൾ അടയ്ക്കും. സ്ഥലങ്ങളൊക്കെ എല്ലാം നേരത്തെ അടയ്ക്കും. കടകളൊക്കെയാണ് 7 മണിയാകുമ്പോഴേ അടയ്ക്കും. ഇത് നമ്മൾ വന്നിറങ്ങിയ റെയിൽവേ സ്റ്റേഷൻ അല്ലേ? ആണല്ലോ അത്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കംഫർട്ട് ഹോട്ടൽ ഗ്രാൻഡ് എന്ന് പറഞ്ഞൊരു ഹോട്ടല്. റെയിൽവേ സ്റ്റേഷൻ ഏരിയ ആണ് കേട്ടോ ഇത്. റെയിൽവേ സ്റ്റേഷനും ഷോപ്പിംഗ് മോളും എല്ലാം കൂടെ ഒരുമിച്ചാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ അവിടെ ഇറങ്ങി കേട്ടോ. ഇവിടെ ഫുൾ കളർഫുൾ ആട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ എന്ത് ക്രൗഡാണെന്നറിയോ ഇവിടെ യൂറോപ്പിൽ കയറിയിട്ട് ഞാൻ ഇത്രയും ക്രൗഡൊക്കെ കാണുന്നത് ആദ്യമായിട്ടാണ്. ഇത്രയും ക്രൗഡ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അത് കണ്ടോ? അതെന്താ സംഭവം? അതെന്തോ ഒരു റൂട്ടറോ എന്തോ ഒരു സാധനമാണ്. അതായത് അതിൻ്റെ മേലോട്ട് വലിഞ്ഞു കയറാം. അതാണ് സംഭവം. റെയിൽവേ സ്റ്റേഷന് മുമ്പിലാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ക്രൗഡ് കണ്ടല്ലോ. അത് ഭയങ്കര വലിയ കാര്യമായിപ്പോയി. എല്ലാ കടകളും എല്ലാ സംഭവങ്ങളും 7 മണിയാകുമ്പോൾ അടയ്ക്കും. അതിപ്പോൾ ഒരു ഷോപ്പിംഗ് മോൾ ആണെങ്കിൽ പോലും അത് 7 മണിയാകുമ്പോൾ അടയ്ക്കും. അതാണ് ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. ഇവിടുത്തെ മാത്രമല്ല, ഇവിടെ ഈ ഭാഗം ഫുൾ അങ്ങനെയാണ് മൊത്തത്തിൽ. അതെ, ആ കാണുന്നതാണ്
കത്തീഡ്രൽ. പക്ഷെ അത് അടച്ചു, അതിനകത്ത് ഇപ്പം കയറാൻ പറ്റില്ല. അതിന് നാളെ എന്തോ കയറാൻ പറ്റുള്ളൂ, ഇപ്പം കയറാൻ പറ്റില്ല അതിനകത്ത്. പക്ഷെ പുറത്തുനിന്ന് കാണാം. ഇതെന്ത് സംഭവം ഇതൊക്കെ ഹോട്ടലാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടുത്തെ ഈ ബിൽഡിങ്ങിൻ്റെ കളർ നല്ല രസമുണ്ട് കേട്ടോ. നല്ല വലിയ കെട്ടിടങ്ങൾ, ചെറിയ സ്ഥലമാണ് ഇത്. ശരിക്കും ഇത് മൊത്തം നമുക്ക് വേണമെങ്കിൽ കാൽനടയായിട്ട് കണ്ടു തീർക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ സംഭവം എന്താണെന്നറിയോ, ഞാൻ നേരത്തെ ഇതിനു മുമ്പെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതായത് എല്ലാവരും നേരത്തെ കടയും വഴിയെല്ലാം അടച്ച് നേരെ ഇവരെല്ലാവരും കൂടെ സോഷ്യലൈസ് ചെയ്യാൻ പോകും. അതാണ് ഇവരുടെ ഒരു കൾച്ചർ എന്ന് പറയുന്നത്. പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിലാണെങ്കിൽ ഒറ്റ മനുഷ്യൻ പുറത്തും ഉണ്ടാകത്തില്ല. അതാണ് അവസ്ഥ. കുറച്ചെങ്കിലും പഴയ ബിൽഡിംഗ് കാണാൻ സാധിക്കുന്ന കത്തീഡ്രലിനോട് ചേർന്നാണ്, അല്ലാതെ വേറെ ഒരു സ്ഥലത്തും ഒരു പഴയ ബിൽഡിംഗും കാണുന്നില്ല. ഈ കാണുന്നതൊക്കെ ഷോപ്പിംഗ് മോളാണ് കേട്ടോ. അതുകൊണ്ട് ഈ കാണുന്നത് ഒരു ഷോപ്പിംഗ് മോളാണ്. പിന്നെ ആ കാണുന്നത് വേറെ ഷോപ്പിംഗ് മോളാണ്. പിന്നെ ഈ കത്തീഡ്രലിൻ്റെ മുമ്പിൽ കാണുന്നത് ഇത് വേറെ ഷോപ്പിംഗ് മോളാണ്. ആ കത്തീഡ്രലിനോട് ചേർന്ന് നമുക്കിവിടെ ഈ ഒരു സ്ട്രക്ചർ കാണാം. ഇത് അത്യാവശ്യം പഴക്കമുണ്ട്. 1697 നിർമ്മിച്ച കത്തീഡ്രലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഏറ്റവും ലാസ്റ്റ് റിനോവേറ്റ് ചെയ്ത് പണിതത് 1697. പിന്നെ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ചെറിയ രീതിയിലുള്ള വർക്കുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നോർവേ എന്ന രാജ്യത്തെ ഓസ്ലോ ടൗണിലെ പ്രധാന പള്ളിയും അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു മെയിൻ കത്തീഡ്രലുമാണ് ഈ കാണുന്നത്. കൊള്ളാം അല്ലേ? പഴയ ഇതെല്ലാം ഇഷ്ടിക കെട്ടിടങ്ങളാണല്ലോ. ആളുകളൊക്കെ എങ്ങോട്ടൊക്കെയോ നടന്ന് തിരിച്ച് തിരക്കും പിടിച്ച് പോകുന്നുണ്ട് കേട്ടോ. എല്ലായിടത്തും ഭയങ്കര തിരക്കുണ്ടല്ലോ. ഒരു പ്രശ്നം എന്താണെന്നറിയോ, 5 മുതലാകുമ്പോൾ നേരെ കിട്ടും. അതാണ് പ്രശ്നം. ഇവിടെ സമ്മറിൽ വന്നു കഴിഞ്ഞാൽ അയ്യോ, പിന്നെ രാത്രി എന്ന് പറഞ്ഞ സംഭവം ഇല്ലല്ലോ. ആ സമയത്ത് വരണം. ഫുൾ ടൈം നമുക്ക് ഡേ ലൈറ്റ് കിട്ടും എപ്പോഴും അല്ലേ. പിള്ളേരൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. പിള്ളേരൊക്കെ ഭയങ്കര ചില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പോയാൽ വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഒരു വൈബ് തോന്നിയൊരു സ്ഥലം കേട്ടോ ഇത്. എല്ലായിടത്തും ആളും പേരും ബഹളവും നല്ല തിരക്ക്, ആളും തിരക്കും ഇല്ലാതെ. ശരി, സത്യം പറഞ്ഞാൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബോറടിച്ച് നടക്കുമായിരുന്നു. ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളും പബ്ബുകളും ഉള്ള സ്ഥലമാണോ എന്ന് എനിക്കറിയില്ല. ബാറുകളൊക്കെ ഇഷ്ടംപോലെ അവിടെ കാണാം. പിന്നെ ഏത് പള്ളിയുടെ എന്തിൻ്റെ മുകളിൽ ക്ലോക്ക് ഉണ്ടോ അതെല്ലാം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും കേട്ടോ. സമയം 5:45 അവിടെ ഒരു ബിൽഡിങ്, അതൊരു പഴയ ബിൽഡിങ്ങുകളാണ്. ഇവിടെ വന്നപ്പോൾ അവിടെ ആ കാണുന്നതൊക്കെ പഴയ ബിൽഡിങ്ങുകളാണ്. ഈ കാണുന്നതൊക്കെ പഴയ ബിൽഡിങ്ങുകളാണ്. അതൊക്കെ റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ കാണുന്നത്. ഇത് നടുക്ക് ഇവിടെ ഒരു സ്ക്വയർ, പിന്നെ അവിടെ കുറച്ച് ഫ്ലീ മാർക്കറ്റുകളൊക്കെ കാണാം. ഇവിടെ കുറച്ച് എന്താ സംഭവം, ഇതൊക്കെ പുതിയ ബിൽഡിങ്ങുകളാണ്, ഇതൊന്നും പഴയ ബിൽഡിങ്ങുകളല്ല. നല്ല തിരക്കുണ്ട് എല്ലായിടത്തും. അപ്പം ഇങ്ങനെ ഈ ഒരു റോഡിൻ്റെ മുമ്പിലായിട്ട് നേരെ നമുക്ക് ആ ഒരു കത്തീഡ്രൽ ഇങ്ങനെ കാണാം. രസമല്ലേ? ഈ ട്രാമുകളുടെ ഗുണം എന്താണെന്നറിയോ, ഈ ബസ്സൊക്കെ പോകാത്ത റൂട്ടിൽ പോലും ചിലപ്പോൾ ട്രാം ഉണ്ടാവും. ഏതൊക്കെ വഴി കൂടെ എങ്ങനെയൊക്കെയാണ് ഇവർ ട്രാം കൊണ്ടുപോകുന്നതെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. എല്ലായിടത്തും ഏത് ചെറിയ വഴി കൂടെ ട്രാം ഓടിക്കും. പിന്നെ വലിയ തിരക്കുകളില്ലാത്ത റോഡായതുകൊണ്ടായിരിക്കാം ട്രാമൊക്കെ ഈസിയായിട്ട് പോകുന്നത്. വിൻ്ററൊക്കെ കഴിയാറായില്ലേ, അപ്പോൾ ചെടികളൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? എനിക്ക് നല്ലാതെ ഹൈഡ്രേഞ്ചിയൊക്കെ കണ്ടോ? അയ്യോടാ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെടിയാണിത്. കണ്ടില്ലേ? ഹൈഡ്രേഞ്ച്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹൈഡ്രേഞ്ചിയ, പലതരത്തിലുള്ള കളറിലുള്ള പൂക്കൾ. എന്തൊക്കെ വെറൈറ്റി കളറിലുള്ള ഹൈഡ്രേഞ്ചിയ പൂക്കളാന്ന് നോക്കിയേ. എൻ്റെ പൊന്നി, ഇതിനൊക്കെ 100 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ചെടിക്ക് 800 രൂപ വരും. ഇവിടെ ഇഷ്ടംപോലെ ചെടികളുണ്ട്, എല്ലാം ഒറിജിനൽ ചെടികളാണ്. നല്ല മണമോ അകത്ത് കയറുമ്പോഴത്തേക്കിനും, അടിപൊളിയേ. ഈ സമ്മർ ആകുമ്പോഴത്തേക്കിനും ആൾക്കാർ പൂവൊക്കെ കൊണ്ടുപോയി വീട്ടിൽ വെച്ച് ഉള്ള സമയത്ത് അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുമല്ലോ, അതിന് വേണ്ടിയായിരിക്കും വെച്ചിരിക്കുന്നത്. എന്തുവാണ് ഇത്? ട്രാം മാത്രമേ ഉള്ളല്ലോ. ഒരെണ്ണം അങ്ങോട്ട് പോകുന്നു, ഒരെണ്ണം ഇങ്ങോട്ട് വരുന്നു, ഒരെണ്ണം ഇപ്പുറത്ത് പോകുന്നു. ഈ ട്രാമുകൾക്കിടയിലൂടെ ആളുകൾ നടന്ന് വണ്ടിയും കൊണ്ടൊക്കെ പോകുന്ന സമ്മതിക്കണം. എവിടെ നോക്കിയാലും ട്രാമുകളാണ്. ഇത് ചെറുതല്ലോ, നല്ല വലിയ ട്രാമുകളെല്ലാം. ഈ ട്രാമിൻ്റെ കൂടെ കോമ്പറ്റ് ചെയ്യാൻ വേണ്ടി ട്രാമിൻ്റെ അതേ നീളമുള്ള ബസ്സുകളും ഉണ്ട് കേട്ടോ. എല്ലാം നീളമുള്ള ബസ്സുകളാണ്. ചെറിയ സാധനങ്ങളൊന്നും ഇല്ല, എല്ലാം ഭയങ്കര നീളമുള്ളതാണ്. കണ്ടില്ലേ? ആളുകൾ ക്രോസ് ചെയ്യുമ്പോഴത്തേക്കിനും എല്ലാവരും നിർത്തി കൊടുക്കുന്നത് കണ്ടോ? അതാണ്. നമ്മളൊക്കെ ആണെങ്കിൽ ഹോൺ അടിച്ച് തെറിയും വിളിച്ച് ബഹളം ഉണ്ടാക്കി പോവും. ആരെങ്കിലും സീബ്ര ക്രോസിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിർത്തും വണ്ടികളൊക്കെ. അതാണ്. ഇവിടെ എന്തോ പാട്ടും ബഹളമൊക്കെ കേൾക്കുന്നത്. ഈ പുള്ളി ഇവിടെ ഇരുന്ന് പാടും. ഞാൻ വിചാരിച്ചു ഇവിടെ എന്താ സംഭവം, ഇവിടെ തിരക്കും ബഹളമൊക്കെ കേൾക്കാമല്ലോ എന്ന് ഓർത്തുകൊണ്ട്. ഇതൊക്കെ ഉണ്ടല്ലോ ഇവിടെ. തേടിയ വെള്ളി കാലിച്ചിട്ട് കേസ് സുവനീർ ഷോപ്പ്. ഭയങ്കര ഭംഗിയുള്ള കെട്ടിടങ്ങളാണല്ലോ എല്ലാം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സ്ഥലം. എന്ത് രസമാണ് കാണാൻ. നമ്മൾ നേരത്തെ കണ്ട മഞ്ച് എന്ന് പറഞ്ഞ മ്യൂസിയം ഇല്ലേ, അതെന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ? എഡ്വാർഡ് മഞ്ച് എന്നും പറഞ്ഞ് ഒരു പ്രശസ്തനായിട്ടുള്ള നോർവേജിയൻ ചിത്രകാരനുണ്ടായിരുന്നു. അയാളുടെ പേരിലാണ് ആ ഒരു മഞ്ച് എന്ന് പറഞ്ഞിട്ട് അവർ ആ ഒരു മ്യൂസിയം ചെയ്തിരിക്കുന്നത്. ഇതിലിവിടെ നടക്കുമ്പോൾ ഉണ്ടല്ലോ, ഇവിടെ എല്ലാം എന്ത് മണമെന്നറിയോ, എന്തൊക്കെയോ ഫുഡിൻ്റെ മണം. എന്നാലും ഈ തിരക്കെന്താണ് ഇത്രയും തിരക്കെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഇത് ഓഫീസ് കഴിഞ്ഞ ആളുകൾ വീട്ടിൽ ജോലിക്ക് പോകുന്നതിൻ്റെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിൻ്റെ
തിരക്കാണോ എന്നും അറിയില്ല കേട്ടോ. കമ്പാരിറ്റീവ്ലി ഭയങ്കര യൂത്ത് ആയിട്ടുള്ള ആളുകൾ, അതായത് ചെറുപ്പക്കാരെ ഞാനിവിടെ കാണാൻ സാധിച്ചു. എനിക്കിവിടെ ഭയങ്കരമായിട്ട് എന്തായാലും ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിനി യൂറോപ്പിൽ വരുമ്പോഴത്തേക്കും ഞാൻ ഫസ്റ്റ് വരാൻ പോകുന്നത് നോർവേ, സ്വീഡനും ഫിൻലൻഡും ആയിരിക്കും. എൻ്റെ ഫേവററ്റ് ആയി കഴിഞ്ഞു ഈ 3 രാജ്യങ്ങളും. ഇത് നമ്മൾ ആ കണ്ട കത്തീഡ്രലിൻ്റെ ഒരു സൈഡിലുള്ള ബിൽഡിംഗ് ആണ്. അവിടെയൊക്കെ കടമുറികളായിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ നമുക്ക് അവിടെ ഒരു ബാർ ഉണ്ടോ, അതായത് ഇതൊരു ബാറാണേ. ആ ഒരു ബാറിൽ ആളുകൾ ഇരുന്ന് അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരൊക്കെയാണ് കൂടുതലും ഇരുന്ന് ചില്ലാവുന്നുണ്ടല്ലോ. എനിക്ക് എല്ലാവരും കൂടെ ഇത് ഭയങ്കര കോമൺ ആണ്. എല്ലാവരും കൂടെ ഒരു ചെറിയ വീറും വാങ്ങിച്ചിട്ട് അവരവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. സ്കാനിയയുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ഫയർ ട്രക്ക് സ്കാനിയ തന്നെ ആവണ്ടേ. ഇത് ലുക്കല്ലേ ഫയർ ട്രക്കൊക്കെ കാണാനായിട്ട്. കൊതിയാവുന്ന കണ്ടിട്ട് കയറിയിരുന്ന് ഓടിക്കാൻ തോന്നുന്നുണ്ട്. അതുപോലെ ലുക്ക്, എന്ത് ഫിനിഷിങ്, എന്ത് ക്വാളിറ്റി. ഒരു സ്ക്രാച്ചോ ഒരു പോറലോ ഒരു കുന്തോ ഇല്ല. ഗ്ലാസ്സൊക്കെ ചില്ലൊക്കെ നോക്ക്, സ്പോട്ട്ലെസ്. അതിനകത്ത് ആളിരിപ്പുണ്ട്, ആൾക്കാരിരിപ്പുണ്ട്. അതിനകത്ത് മറ്റേ ഫയർമാൻ ഇരിപ്പുണ്ട്. നോക്കി എന്ത് കിട്ടുമായിട്ട്, എന്ത് വൃത്തിയായിട്ട് അല്ലേ വണ്ടിയൊക്കെ ഇട്ടിരിക്കുന്നത്. എനിക്കൊന്നു ഇത് ഇവിടുത്തെ ഫയർ ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലോഗോ ആണെന്ന് തോന്നുന്നു. പിന്നെ ഇത് ഫയർ എഞ്ചിൻ തന്നെ വേറെ സംഭവം, അത് മെഴ്സീഡസ് ബെൻസിൻ്റെ. എന്താണെന്ന് നോക്കിയാൽ മെഴ്സീഡസ് ബെൻസിൻ്റെ ഫയർ എഞ്ചിൻ. ആംബുലൻസ് ആണോ ഇത്? ഇത് ആംബുലൻസ് അല്ലേ? അല്ല, ഇത് ആംബുലൻസ് ആണ്. ആംബുലൻസ് ആണോ ഫയർ ട്രക്കാണോ? അത് ആംബുലൻസ് അല്ല കേട്ടോ, ഫയർ ട്രക്കാണ്. എനിക്കൊന്ന് ഇവിടെ എന്തോ ഒരു മോക്ക് ഡ്രിൽ എന്തോ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അതിനുവേണ്ടി വന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. അതെന്തോ വീട്ടിലെ വണ്ടിയാന്ന് നോക്കിയത്. കൊതിയാവുന്നു കണ്ടിട്ട്. അതിനകത്തെ സെറ്റപ്പൊക്കെ കാണണം. അതായത് ഇത് ഫയർ എഞ്ചിന് വേണ്ടി തന്നെ, ഫയർ എഞ്ചിനായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിറക്കുന്ന വണ്ടികളാണ്. അതേപോലെ തന്നെ ഇതുപോലെ മറ്റേ ആംബുലൻസുകളുണ്ടാവും ഇതേപോലെ തന്നെ. ആംബുലൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്പനി തന്നെ അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിറക്കുന്ന വണ്ടികളായിരിക്കും. ഇത് ആക്ച്വലി ഇവിടുത്തെ ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റാണ്. H&M, പിന്നെ കാർലിങ്സ്, പിന്നെ അങ്ങനെ പല കടകൾ, പല ബ്രാൻഡുകളുടെ കടകളൊക്കെ ഉള്ള ഒരു വാക്കിംഗ് ഒരു ഹൈ സ്ട്രീറ്റ് ആണ്. അതിനിടയ്ക്ക് എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ടെന്നേ ഉള്ളൂ. യൂറോപ്പിൽ കയറിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് 7-Eleven കാണുന്നത്. വാവ്! നമ്മളെ തായ്ലൻഡ്, നമ്മൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യ കംപ്ലീറ്റ് 7-Elevenൻ്റെ കളികളായിരുന്നു. അത് ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ സമോസ ഒക്കെ ഇരിക്കുന്നത്, സമോസ, ഹോട്ട് വിങ്സ്. ഞാനവിടെ 7-Elevenന്ന് സമോസ വാങ്ങിച്ചു. 300 രൂപയാണ് സമോസ ചൂടാക്കി തന്ന്. 300 രൂപ. നമ്മുടെ ചെറിയ ബിൽഡിങ്ങിൽ ഡെക്കാത്തലോണൊക്കെ വെച്ചിരിക്കുന്ന പോലെ ചെറിയൊരു ഐക്യയുടെ ഔട്ട്ലെറ്റ് ഉണ്ട് ഇവിടെ. ഈ ഒരു ചെറിയ കുഞ്ഞു ബിൽഡിങ്ങിൽ ഐക്യ, താഴത്തെ ഫ്ലോറിൽ മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ സ്കാനിയയുടെ നാടെന്നൊക്കെ പറഞ്ഞത് സ്വീഡൻ ആട്ടോ, നോർവേ അല്ല കേട്ടോ. നമ്മൾ ഇവിടെ ഈ ഫീൽഡ്രാവൻ്റെ കട കണ്ടോ? ഇതും നമ്മുടെ സ്വീഡിഷ് ബ്രാൻഡാണ് ഫീൽഡ്രാവൻ. എൻ്റെ ഫസ്റ്റ് ബാക്ക് പാക്ക് ഫീൽഡ്രാവൻ്റെ ആയിരുന്നു. ഈ സാധനം ഉണ്ടല്ലോ, ഇത് ഇവിടെ എല്ലാവരുടെയും കയ്യിലുണ്ട്, എല്ലാവരുടെയും തോളത്തുള്ളതുണ്ട് ഈ സാധനം. ഇവിടെ എന്ത് വിലയാണെന്ന് ഞാൻ ഒന്ന് കയറി നോക്കട്ടെ. ഇതേ കിടക്കുന്ന മക്കളെ എൻ്റെ ബാഗ് നോക്ക്, പച്ച ബാഗ്, എൻ്റെ ആദ്യത്തെ ബാഗ്. ഇതിനകത്ത് മൊത്തം ബാഗുകളാണ്. ഇത് കണ്ടോ, ഇത് എന്ത് ഭംഗിയല്ലേ ബാഗ് കാണാനായിട്ട്. ഭയങ്കര രസമല്ലേ കാണാൻ, എന്ത് രസമല്ലേ കാണാൻ. ഒത്തിരി ഇഷ്ടപ്പെട്ട ഈ ബാഗ്. ഇവിടെ കുറേ സാധനങ്ങളുണ്ട് ഈ കടയിൽ. ഭയങ്കര വിലയാണ്, നല്ല കൊല്ലണ പ്രൈസാണ്. പക്ഷെ എന്നാലും നല്ല സാധനങ്ങളുണ്ട് ഇവിടെ. കംപ്ലീറ്റ് ഇവരുടെ ചരിത്രമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നോക്കി ഇതുണ്ടോ, ഇതിനകത്ത് മറ്റേ ഡോഗ് സ്ലെഡ്ജിങ് ഒക്കെ കണ്ട. ഇതാണ് മറ്റേ പോളാർ എക്സ്പെഡീഷനൊക്കെ നടത്തുന്ന ഈ ബ്രാൻഡാണ്. നല്ല കിട്ടില്ല ഫോട്ടോഗ്രാഫ്സൊക്കെ വെച്ചിട്ട് ഭയങ്കര മാർക്കറ്റിങ്. ഒരു ടീഷർട്ടിൻ്റെ പ്രൈസ് 10,000 രൂപയ്ക്കാണ്. ഞാൻ വാങ്ങിച്ച ബാഗുണ്ടല്ലോ, അതിനിവിടെ 40,000 രൂപ. ഞാൻ വാങ്ങിച്ചത് അത്രയൊന്നും ആയിട്ടില്ല, അതിൻ്റെ പകുതി പൈസ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ 40,000 രൂപ കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്കിനും കൊല്ലണ പൈസ. ആ സിറ്റി സെൻറ്റർ ഏരിയ ആണ് കേട്ടോ. ഇവിടെ സാറ ഉണ്ട്, പിന്നെ അവിടെ അത് കണ്ടില്ലേ ജയ്പൂർ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്, അടിപൊളി. നല്ല ഏത് പ്രൈം ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എങ്ങനെ പോയാലും ഉണ്ടാവും. അവിടെ ഒക്കെ ഇരിക്കുന്നത് എല്ലാം ഇവിടുത്തെ ലോക്കൽസും ആയിരിക്കും. കാരണം നമുക്കൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കും പല സ്ഥലങ്ങളിലെ പ്രൈസും. അപ്പോൾ എന്തായാലും ഇരുട്ടി, ഇനിയിപ്പോൾ എന്നാ ചെയ്യാനുള്ളത്, കുറച്ച് നേരം കറങ്ങാം. ഞാൻ സാറയിൽ കയറിയിട്ടേ ബാഗി ജീൻസ് ഇപ്പോഴത്തെ ട്രെൻഡ് അതാണല്ലോ, ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അതെനിക്ക് ചേരുന്നുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട്. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ നീളം കൂടുതലാണ്. ഇവിടുത്തെ ആൾക്ക് വലിയ നീളമാണല്ലോ, എനിക്ക് നീളം കുറവല്ലേ. അപ്പോൾ അതനുസരിച്ച് പിന്നെ അത് ഓൾട്ടർ ചെയ്യാനൊന്നും പറ്റത്തില്ല, ഓൾട്ടർ ചെയ്താൽ വൃത്തിയിടാവും. അപ്പോൾ അതനുസരിച്ച് ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ നമുക്ക് ഒരെണ്ണം എടുക്കണം. എന്ത് കാണുന്നേ, ക്ലോക്ക് വെച്ചിരിക്കുകയാണ്. ഈ ബിൽഡിംഗ് മൊത്തം സാറയാണ്, സാറ. നോക്കൂ പൈസ നോക്കൂ. ഞാൻ വാങ്ങിയില്ല, ട്രൈ ചെയ്ത് നോക്കിയാണ്ടാ. ഇത് ആക്ച്വലി ബാഗി അല്ല, ഇത് ലൂസ് ഫിറ്റാണ്. ബാഗി കുറച്ചും കൂടെ പാളയായിരിക്കും. ഇതൊരു ഇച്ചിരി എനിക്ക് നീളം കൂടുതലാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ബാഗി കൂടെ വേണം ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ ബാഗി വീണ്ടും പാളയായിട്ട് കിടക്കാം.
ഞാനങ്ങനെ എൻ്റെ ആദ്യത്തെ ബാഗി ജീൻസ് വാങ്ങിച്ചു ഗൈസ്. ആദ്യത്തെ അല്ല, പണ്ട് നമ്മൾ ഇട്ടുകൊണ്ടിരുന്നതാണ്. പിന്നെ കാലം മാറി സ്ലിം ഫിറ്റ് സ്കിന്നി ഫിറ്റൊക്കെ വന്നപ്പോഴത്തേക്കിനും നമ്മളിതെല്ലാം ഒഴിവാക്കിയതല്ലേ. അപ്പോൾ തിരിച്ച് വീണ്ടും പിള്ളേരെല്ലാം ഇതിടുമ്പോഴത്തേക്കിനും പിന്നെ നമ്മൾ ഇടാണ്ടിരിക്കുന്ന മോശമല്ലേ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഗൈസ്, നമ്മൾ റൂമിൽ നിന്നും ചെക്കൗട്ട് ചെയ്യുന്നു. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നു. നമ്മൾ നോർവേയുടെ ഗ്രാമങ്ങൾ കാണാൻ വേണ്ടി പോകുന്നു. നേരം വെളുത്തൊന്നും അറിയില്ല, സമയം 7 മണി ആയതേ ഉള്ളൂ. പുറത്തെന്താ അവസ്ഥ എന്നറിയില്ല. നമ്മൾ രാവിലെ ഇവിടെ നിന്ന് ലോക്കൽ ട്രെയിനുകൾ കയറി ലോക്കൽ ഗ്രാമങ്ങളിൽ ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതാണ് നമ്മുടെ പരിപാടി. യെസ്, അപ്പോൾ രാവിലെ ചെക്കൗട്ട് ചെയ്തു. അപ്പോൾ പുറത്ത് എന്താ അവസ്ഥയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് തണുപ്പിച്ചിരി കുറവുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. രാവിലെ ട്രാമുകളൊക്കെ ഓടി തുടങ്ങിയിരിക്കുകയാണ്. സമയം ഇപ്പോൾ രാവിലെ 7 മണിയായി. തിരക്കൊന്നും ആയി തുടങ്ങിയിട്ടില്ല. ഇലക്ട്രിക് പോസ്റ്റിൽ മറ്റേ സ്റ്റിക്കർ ഒട്ടിക്കുന്ന പരിപാടി ഇവിടെ ഉണ്ട് കേട്ടോ. അത് കണ്ടില്ല നിങ്ങൾക്ക്. ഞാൻ രാവിലെ നമ്മുടെ ഓസ്ലോ സെൻട്രൽ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ശരിക്കും എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഞാനിവിടെ നിന്ന് നമുക്കിത് തിരിച്ച് സ്വീഡനിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ആ സ്വീഡൻ ഭാഗത്തേക്കാണ് ഞാൻ പോകുന്ന വഴിക്ക് അപ്പോൾ നമ്മൾ കാണുന്ന ഇഷ്ടമുള്ള ഗ്രാമങ്ങളിലൊക്കെ ഇറങ്ങുന്നു എന്നുള്ളതാണ് എൻ്റെ പ്ലാൻ. ഇതൊരു ഷോപ്പിംഗ് മോൾ പോലെ കിടക്കുന്ന സ്റ്റേഷനാണ്. എൻ്റെ അമ്മ, എനിക്കിപ്പോൾ 2 മിനിറ്റിലൊരു ട്രെയിനുണ്ട്. അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ അരമണിക്കൂറുള്ള പോസ്റ്റ് അടിക്കേണ്ടി വരും. ഇത് എയർപോർട്ടിനെക്കാട്ടി വലുതാണ് കേട്ടോ. ഇവിടുത്തെ എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും ചിലപ്പോൾ വലിപ്പമുണ്ടാവില്ല. ഇത് അതിലും വലുത്, അതിലും സൗകര്യങ്ങൾ. ഒന്നും പറയണ്ട, എന്ത് സെറ്റപ്പില്ല. എന്ത് 5 സ്റ്റാർ ഹോട്ടൽ പോലെയാണ് ഒരു ഇതൊക്കെ പണിത് വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് തന്നെ എയർപോർട്ട് എക്സ്പ്രസ് എന്നും പറഞ്ഞുകൊണ്ട് എയർപോർട്ടിലേക്ക് ട്രെയിനുകളും എല്ലാ സംഭവങ്ങളും ഉണ്ട്. പോകല്ലേ എവിടെ പോകുന്നാല്. അയ്യോ, റെഡായല്ലേ. അടച്ചു. ഒന്ന് തുറന്നു തരുമോ? ആരെങ്കിലും തുറക്കുമോ? ഇല്ലല്ലേ, നടപടി ആവൂല. മിസ്സായി ഗൈസ്. ഓൾറെഡി ലെഫ്റ്റ്. അത് പൂട്ടിയെന്നാണ് പറയുന്നത്. അതിന് തുറക്കൂല. ഇനി 8 മണിക്ക് ട്രെയിനുള്ളല്ലോ. അത് പോയി, മിസ്സായി. ഇനി അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ വേറെ ട്രെയിനുണ്ട്, അതിൽ കയറി നോക്കാം. നമുക്ക് പിന്നെ എങ്ങോട്ടെങ്കിലും പോയാൽ മതി എന്നുള്ളതുകൊണ്ട് അത് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. വേറൊരു ട്രെയിൻ വന്നു, ഇത് കയറിപ്പോൾ. അയ്യോ, ഞാൻ ഓടി വേർതിരിക്കുന്നുണ്ട്. ട്രെയിനിൽ കയറിയപ്പോൾ ഭയങ്കര ചൂട്. ജാക്കറ്റെല്ലാം ഊരി വെച്ച് കാഴ്ചകൾ കാണാൻ നേരത്തി കയറിയത്. അന്നേരം മൊത്തം ടണലാണ്. എന്നാ ചെയ്യാൻ? അങ്ങനെ 1/2 മണിക്കൂർ പോയി കഴിഞ്ഞപ്പോഴാണ് ഒരു ടണൽ കഴിഞ്ഞിട്ട്. എന്തോന്നില്ല ഇത്. നമ്മൾ ഷീ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. എഴുതുമ്പോൾ SKI ആണ്, പക്ഷെ പ്രൊണൗൺസ് ചെയ്യുന്നത് ഷീ. രാവിലെ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. 7:30 ഒന്ന് നേരം വെളുക്കുമോ? ഞാനിവിടെ ഇങ്ങനെ നേരം വെളുക്കാൻ വേണ്ടി നോക്കിയിരിക്കുക. എന്തുപടി ഇത്? ഞാൻ രാവിലെ ഇറങ്ങിയതല്ലേ. എന്ത് കഷ്ടം ഇത്. ട്രെയിനിനകത്താണ് ഇത്ര നേരം നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. ഇതിങ്ങനെ കുറേ വില്ലേജസ് ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്ന ആൾക്കാർ. ലോക്കൽ ട്രെയിനാണ് ഇവിടുത്തെ. അടിപൊളി. ഞാൻ അങ്ങനെ അവിടെ നിന്ന് ട്രെയിനിൽ കയറി മോസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. മോസ്. ശരിക്കും ഇതൊരു കോസ്റ്റൽ ടൗണാണ്. നമുക്കിവിടെ കടലൊക്കെ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്, പക്ഷേ എനിക്കറിയത്തില്ല. പോയി നോക്കട്ടെ. ഇവിടെയാണ് ഫുൾ കോടയാണ്. എന്ത് കുന്തം കാണാനാണ്. ഒരു കുഞ്ഞ് റെയിൽവേ സ്റ്റേഷൻ. നോക്കി, ആ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ബിൽഡിങ്. ആളുകൾ ട്രെയിൻ ഇറങ്ങിയിട്ട് നേരെ ഇതിൽ കയറി പുറത്തിറങ്ങി എങ്ങോട്ടൊക്കെയോ ജോലിക്കും മറ്റൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും രാവിലെ. ഇവിടെ എല്ലാം കണ്ടില്ലേ, ആൾക്കാർ സൈക്കിളൊക്കെ കൊണ്ട് വെച്ചിട്ട് അവർ ട്രെയിനിൽ കയറി പോകുന്നു, സൈക്കിൾ ട്രെയിനിൽ കയറ്റി പോകുന്നു. അങ്ങനെ പല പല പരിപാടികൾ. റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡിൽ തന്നെയുള്ള പാർക്കിങ്. ബാക്ക് സൈഡിലൂടെ ഞാൻ ഇറങ്ങിയത്. കാരണം ഇവിടെ എവിടെയാണ് കടൽ. എനിക്ക് കടൽ കാണണമെന്നും പറഞ്ഞിട്ട് എങ്ങോട്ട് വന്നത്. ഇത് കണ്ടോ, സിക്കൽ ഹോട്ടൽ എന്നും പറഞ്ഞുകൊണ്ട്. ഇത് അടയും. അത് സംഭവം എന്താണെന്നറിയോ? ഇതിനകത്ത് നമ്പർ ലോക്ക് ആണല്ലോ. ഈ നമ്പർ ലോക്ക് വെച്ചിട്ട് ഇത് ആക്ച്വലി ഇതിനകത്ത് സൈക്കിൾ കയറ്റി പൂട്ടി വയ്ക്കാം. അങ്ങനെയാണ് ആൾക്കാർ വെച്ചിട്ട് വയ്ക്കുന്നതല്ലേ. അതായത് കുറച്ചും കൂടെ സേഫായിട്ട് സൈക്കിൾ വെച്ചിട്ട് പോകാനുള്ള പരിപാടി. നിങ്ങൾ ആരെങ്കിലും BMW ഈ വണ്ടി കണ്ടിട്ടുണ്ടോ? ഇത് നോക്കി, ഫ്രണ്ടിൽ 2 കണ്ണുകളൊക്കെ ആയിട്ട്. ഇത് ഏതോ ഒരു ഇലക്ട്രിക് വണ്ടിയാണ്. ഒരു കുഞ്ഞു വണ്ടി, ചെറിയ വണ്ടി. നോക്കി, അടിപൊളി. അങ്ങനത്തെ കുറേ ക്യൂട്ട് കാറുകളൊക്കെ ഇവിടെ കാണാം. രാവിലെ നല്ല തണുപ്പേ, നല്ല കോടേ, നല്ല ചൂട് കട്ടൻ ചായ, ഒരു പരിപ്പട. ഇതൊക്കെ കടിച്ചു പറിച്ച് കഴിക്കാൻ തോന്നുന്നുണ്ട്. അയ്യോ എൻ്റെ പൊന്നേ. ഇവിടെ കിട്ടും ലാറ്റയും ക്രോസോണ്ടും, അല്ലെങ്കിൽ ക്യാപ്പുച്ചീനോയും ക്രോസോണ്ടും. എല്ലായിടത്തും മഴ പെയ്ത് തണുത്തുറഞ്ഞ് കിടക്കുകയാണെന്ന് എനിക്ക് അവസ്ഥ കണ്ടു. എന്തൊരു കഷ്ടമല്ലേ ഇവിടെയൊക്കെയുള്ള ആളുകൾക്ക്. ഈ എക്സ്ട്രീം തണുപ്പത്ത് ഇങ്ങനെ പുറത്തു പോലും ഇറങ്ങാൻ പറ്റാതെ ജീവിക്കാമെന്ന് പറയുമ്പോഴേ ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്തവസ്ഥയായിരിക്കും എന്നുള്ളത്. കാറ്റും തണുപ്പും. നമ്മളൊക്കെ ശരിക്കും എത്ര നല്ല സ്ഥലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. നമുക്കൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. ഇത് പുറത്തിറങ്ങി വന്നപ്പോഴാണ് ഇവിടെ പോർട്ട് ഓഫ് മോസ് എന്നും പറഞ്ഞൊരു പോർട്ടുണ്ട്.
അങ്ങ് ദൂരെ അവിടെ ഒരു കപ്പൽ കിടക്കുന്നുണ്ട്. ആ കപ്പലിലേക്ക് വണ്ടികൾ പോയി കയറുന്നുണ്ട്. അതായത് ഈ മോസ് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ചുറ്റിക്കറങ്ങി പോകുന്ന നമ്മുടെ നോർവേയുടെ അപ്പുറത്തുള്ള ഒരു സ്ഥലം ഹോർട്ടൻ ഫെർജക്കായ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു ഫെറിയാണ് നമുക്ക് അവിടെ കാണാൻ. ഫെറി അല്ല, വലിയൊരു ഷിപ്പാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ആ കപ്പലിൽ കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ ദൂരം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞൊക്കെ പോകേണ്ടി വരും. ഇത് എന്ത് സ്ഥലമാണ് ഇത്? ഒരു കുന്തവും ഇല്ലല്ലോ. തണുത്തിട്ടേ ഒരു രക്ഷയില്ല ഗൈസ്. തണുത്ത് പണ്ടാരോടെ ഇത്രയും തണുപ്പൊന്നും ഇല്ലായിരുന്നു ഇന്നലെ. ഇതിപ്പോൾ എന്നാ അവസ്ഥ എനിക്കറിയത്തില്ല. ഈ സാധനമൊന്നും ഇല്ലാണ്ട് പറ്റില്ല. ഗ്ലൗസും കിട്ടില്ലെങ്കിൽ എനിക്ക് കൈ പോലും പുറത്തിടാൻ പറ്റുന്നില്ല. അതുപോലത്തെ അവസ്ഥയാണ്. എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി വന്നപ്പോഴത്തേക്കിനും അവിടെയാണെങ്കിൽ ഫുൾ കോടയും. എന്നാ ചെയ്യാനാന്ന് എനിക്ക്, എന്നാ കഷ്ടപ്പാടല്ലേ. അപ്പോൾ നമുക്കിനി പോവാം. രാവിലെ ഒരു ചായം പരിപ്പല്ല, പായം പരിപ്പോടെ അല്ല, ക്രോസോണ്ടും കാപ്പിയും കഴിക്കാം. കപ്പലിൻ്റെ സൈറനാണ് ഗൈസാ കേട്ടത്. കപ്പലിൻ്റെ സൈറൻ. ആ കപ്പലിൽ കയറാൻ വേണ്ടി ഇഷ്ടംപോലെ ട്രക്കാരൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ വീടുകളാണേ. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ഫിറ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. എന്തോ ഒരു കച്ചവട സ്ഥാപനമാണ്. ഇവിടുത്തെ വീടുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ആക്ച്വലി ഈ നോർവേയുടെ സംഭവങ്ങൾ കൂടുതലായിട്ട് കണ്ടത് മറ്റേ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു, മിസ്സസ് ചാറ്റർജി വേഴ്സസ് നോർവേ, അങ്ങനെ എന്തോ പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. അയ്യോ, ആ സിനിമ കാണണം കേട്ടോ. പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ജീവിക്കുന്ന ആൾക്കാർ. അയ്യോ, ഒരു ഒന്നൊന്നര സിനിമയാണ്. ആ സിനിമയിലാണ് ഞാൻ നോർവേയുടെ കുറേ ഗ്രാമ കാഴ്ചകളും സംഭവങ്ങളൊക്കെ കണ്ടത്. ശരിക്കും നോർവേ തന്നെയാണ് അതിനകത്ത് കാണിക്കുന്നതെന്ന് തോന്നുന്നു. അത് ഇവിടുത്തെ വീടുകളൊക്കെ ഒരു സെപ്പറേറ്റ് സംഭവമാണ്, ഒരു വ്യത്യസ്തത എന്ന് പറഞ്ഞ സാധനമാണ്. ഇപ്പോൾ ഇതൊക്കെ കണ്ടില്ല, ഇതൊക്കെ ഫുള്ള് തടിയും പിന്നെ അങ്ങനെ സംഭവങ്ങളൊക്കെ ആയിരിക്കും. അത് നമ്മൾ ചെയ്യുന്ന പോലെ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികളൊന്നും ഇവർക്കില്ല. കോൺക്രീറ്റ് വളരെ കുറവായിരിക്കും. പിന്നെ ഇഷ്ടിക ഇതുപോലുള്ള സംഭവങ്ങൾ വെച്ച് ചെയ്യും. ഇതിനകത്ത് കുറേ തടി കയറ്റും. കാരണം ഇവർക്ക് കുറേ ഇൻസുലേഷനും സംഭവങ്ങളൊക്കെ ചെയ്യണ്ടേ ഈ വിൻ്ററിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി. ഇവിടെ ഒന്നും പല സ്ഥലത്ത് AC പോലും ഉണ്ടാവില്ല. സമ്മറിലൊക്കെ ഇവർ ഫാനിട്ട് കിടക്കും, അല്ലെങ്കിൽ അങ്ങനെ കിടക്കും. ഇത് കണ്ടോ, ഇതൊക്കെ പഴയ ഓടിട്ട വീടുകളാണ് കണ്ടോ. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ പഴയ ഓടിട്ട വീട്. ആ തടിയുടെ ഇതും ഓടും കൂടെ ആയിട്ട് ചെയ്തിരിക്കുന്ന സെറ്റപ്പ്. ഒരു ഗ്രാമമാണ്. ഗ്രാമത്തിലൊന്നും പുറത്തുനിന്ന് ഒരു മനുഷ്യനെ പോലും കാണാനുണ്ടാവില്ല. ഇവിടെ താമസിക്കുന്നവൻ അവിടെ ആരാ താമസിക്കുന്നതെന്ന് പോലും അറിയത്തുണ്ടാവില്ല. അങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത്, എനിക്കറിയത്തില്ല. ഓടിട്ട വീടുകൾ കണ്ടോ നോക്കിയേ. ഇത് 2 നില വീട് നോക്കിയേ. ഇതിൻ്റെ പുറകിലേട്ടൊക്കെ ഇതൊക്കെ വീടുകളാണ്, കണ്ടില്ലേ? അടിപൊളി, നൈസ്. ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ യൂറോപ്പിൽ കണ്ടിട്ടില്ല കേട്ടോ. ഇതൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. എനിക്ക് ഇതൊക്കെ ഈ നോർവേയുടെ പ്രത്യേകതകളാണെന്ന് തോന്നി കാണുന്നതൊക്കെ. ഈ അപ്പുറത്തും ഇപ്പുറത്തും കാണുന്ന ഓരോ വീടുകൾ. താഴെ റോഡിലാണെങ്കിൽ ഫുൾ കരിങ്കല്ലിൻ്റെ ടൈലിട്ടിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്ന റോഡുകളാണ്. ഇതൊക്കെ അത്യാവശ്യം നല്ല പഴക്കമുള്ള വീടുകളായിരിക്കും. എന്തോരം പഴക്കം ഉണ്ടാവും ഇതിനൊക്കെ. റെയിൽവേ സ്റ്റേഷൻ്റെ പുറകിലുള്ള ഒരു ചെറിയ ഒരു ഗ്രാമമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. റെയിൽവേ സ്റ്റേഷൻ്റെ പുറകിലെന്ന് പറയുമ്പോഴത്തേക്കിനും അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. അല്ലെങ്കിൽ ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിനടുത്ത് വീട് എന്ന് പറയുമ്പോഴത്തേക്കിനും, വീടോ ഫ്ലാറ്റോ എന്താണെന്ന് പറയുമ്പോഴത്തേക്കിനും അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിരിക്കുമല്ലോ. ഇപ്പോൾ നമ്മുടെ അവിടെ ആണെങ്കിലും, നമ്മൾ കൊച്ചിയിലാണെങ്കിലും മെട്രോ സ്റ്റേഷൻ്റെ ഇത്ര മീറ്റർ ദൂരെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അത് നല്ല വില പറ്റില്ലേ. അപ്പം അങ്ങനെയൊക്കെയാണ് എല്ലായിടത്തും വരുന്നത്. പ്രത്യേകിച്ച് വിദേശത്തൊക്കെ അത് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ നിന്ന് ദൂരം കൂടുന്നവരും റേറ്റ് കുറയും, മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് നിന്ന് ദൂരം കൂടുന്നവരും റേറ്റ് കുറയും. അങ്ങനെയാണ് പരിപാടി. ഇതെന്തോ സംഭവം? റോപ്ഫ്ര ഫൗണ്ടൻ ഹോർട്ടൻ മോസ് മെറ്റൽ ടേക്ക് ഓവർ. ഈ പോസ്റ്റർ കണ്ടിട്ട് എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു. ഈ പോസ്റ്റർ കണ്ടിട്ട് എന്തോ പബ്ബോ എന്തിൻ്റെയോ പരസ്യമാണ്. എന്തിൻ്റെ പോസ്റ്ററാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും ഈ പോസ്റ്റർ കണ്ടിട്ട് തന്നെ ആകെ വശപ്പിച്ച്. ഇതെന്തോടെ ഇവിടെ എല്ലാം ചെയ്ത് കണ്ടില്ലേ, ഓരോരോ സംഭവങ്ങളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ. ഇത് അവിടെ ഒരു തായ് മസാജ് എന്നും പറഞ്ഞുകൊണ്ടൊരു കട കാണാം. ഈ കാണുന്ന ചെറിയ സ്ഥലത്ത് വരെ തായ് മസാജ്. പിന്നെ ഇവിടെ ഞാൻ മാപ്പിൽ നോക്കിയപ്പോൾ നിയർ ബൈ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റൊക്കെ കണ്ടു. എവിടെ പോയാലും ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. ശരി, അപ്പോൾ ഞാനങ്ങനെ ആ കടൽ തീരത്തെത്തി കേട്ടോ. വീണ്ടും ഇവർ കാണുന്ന ബിൽഡിംഗ് എന്താണെന്നറിയോ? ഇതൊരു പിസ്സ ഷോപ്പാണ് ഈ കാണുന്നത്, പിസ്സ ഷോപ്പ്. അയ്യോ, ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ. ഇതൊക്കെ ഈ റെസ്റ്റോറൻറ്റുകളാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ കടലിലേക്ക് ചെന്ന് പോകുന്ന ഒരു ചെറിയൊരു തോട് കാണാം. അതായത് കടലായി ബേസിക്കലി, കണ്ടില്ലേ? കടലാ. ഇവിടെ കുഞ്ഞ് നല്ല ചെറിയ തടിയുടെ ബോട്ട്, ചെറിയ കുഞ്ഞ് ബോട്ട്, ഭയങ്കര ക്യൂട്ട് ബോട്ട്. അതിനകത്തൊക്കെ കയറിയിരിക്കാൻ പറ്റും. എനിക്കൊരു പിസ്സ ഷോപ്പിൻ്റെ ആ ഒരു ബിൽഡിംഗ് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യം ദൂരെ നിന്ന് കണ്ടപ്പോൾ വിചാരിച്ചത് പഴയ പള്ളിയോ മറ്റോ ആണെന്നാണ്. പക്ഷേ അല്ല, പള്ളിയൊന്നുമല്ല. നല്ല ഭംഗിയുള്ള ശരി നല്ല പഴയ കെട്ടിടം തന്നെ. അവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടല്ലോ, ഒരു ലോഗോ ഉണ്ട് 1859. അടിപൊളി. 1859 ഉണ്ടാക്കിയ ബിൽഡിങ്ങല്ലേ. തടിയുടെ വുഡൻ ഡെക്ക്. ഇവിടെ കുറേ ഇതുപോലെ
ഇത് എന്ത് ബോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പായ്ക്കപ്പലാണ്, അതായത് മറ്റേ സെയിൽ ചെയ്യുന്ന ബോട്ടാണ്. മേ ബി ഈ ആളുകളുടെ പ്രൈവറ്റ് യാട്ടുകൾ പോലത്തെ സംഭവങ്ങളായിരിക്കാം. ചിലപ്പോൾ ഇവർ പ്രൈവറ്റായിട്ട് ഫിഷിങ്ങിനോ മറ്റു പരിപാടികൾക്കൊക്കെ പോകുന്ന സംഭവങ്ങളായിരിക്കാം. എന്തായാലും അങ്ങനത്തെ ഒരു 3 ഇവിടെ കിടപ്പുണ്ട് ഉണ്ടോ. ഈ ചില നാടുകളിൽ നമുക്ക് ഇതുപോലെയുള്ള ബോട്ടുകളിൽ താമസിക്കുന്ന ആൾക്കാരെയൊക്കെ കാണാൻ സാധിക്കും. ഞാൻ മാൾട്ടയിൽ നിന്ന് ഇറ്റലിക്ക് വന്ന സമയത്ത് ഒരു UK-കാരൻ എനിക്ക് റേഞ്ച് റോവറിൽ ലിഫ്റ്റ് തന്ന ഓർമ്മയുണ്ടോ. പോർട്ടിൽ നിന്നും ട്രെയിൻ സ്റ്റേഷനിലേക്ക് പുള്ളി ഒരു യോട്ടിൽ താമസിക്കുകയാണെന്നാണ് എന്നോട് പറഞ്ഞത്. അവിടെ അങ്ങനെയൊക്കെയുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇവർ ഈ വളരെ അപൂർവമായിട്ട് ഈ കരയിലേക്ക് വരുള്ളൂ. ഇവരിങ്ങനെ കടലിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവരിങ്ങനെ കടലിലേക്ക് വല്ലപ്പോഴും കടലിൽ നിന്നും സാധനങ്ങൾ വാങ്ങാനൊക്കെ ആയിട്ട് കരയിലേക്ക് വരും. അങ്ങനെയൊക്കെ ഉള്ള കുറേ ആളുകളുണ്ട്. ഇവിടെയൊക്കെ കണ്ടില്ലേ, സീ വ്യൂ അപ്പാർട്ട്മെൻറ്റ്. കടലിന് എത്ര ചേർത്താണ് നിർമ്മിച്ച് വെച്ചിരിക്കുന്നതെന്ന് നോക്കൂ. സീ വ്യൂ അപ്പാർട്ട്മെൻറ്റുകൾ. ഇതൊക്കെ സമ്മർ ആകുമ്പോഴത്തേക്കിനും ബോട്ടുകളും യാട്ടുകളും ഒക്കെ കൊണ്ടുവന്ന് നിർത്തുന്ന സ്ഥലങ്ങളാണ്. നമ്മുടെ ഫെറി അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ എന്തൊക്കെയോ കാണാം. അങ്ങനെ നോർവേയിൽ വന്നിട്ട് കോട മൂടി കിടക്കുന്ന കടൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ, ഞാൻ കണ്ടു. നമ്മൾ കോട കണ്ടിട്ടുള്ളത് എവിടെയാണ്? മൂന്നാർ, കൊടൈക്കനാൽ. പിന്നെ ചില സമയത്ത് ഞങ്ങളുടെ കോഴഞ്ചേരിയിലും രാവിലെ ഡിസംബർ മാസങ്ങളിൽ കോട വരാറുണ്ട്, ഇതേപോലെ ചെറുതായിട്ട് രാവിലെ. പിന്നെ അങ്ങനെയുള്ള ഹിൽസ് ഇത് കണ്ടാ അരയന്നങ്ങളില്ലേ മറ്റേ സാധനം, അതിങ്ങനെ പറന്ന് വന്നാ കാണിക്കുന്നത്. അരയന്നങ്ങളാണ്, അരയന്നങ്ങൾ 3 അരയന്നമല്ലേ, താറാവാണോ എന്തോ അതിങ്ങനെ കടലിലിങ്ങനെ പറന്ന് വരുന്നു. ഒരു 3 ഇങ്ങനെ നീന്തി പോകുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ പറയുക, കടലിൽ കോട നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇത് ഞാനിവിടെ നോർവേയിൽ കടലിൽ കോട കണ്ടിരിക്കുകയാണ്. ഞാൻ കണ്ടിട്ടില്ല. കടലിൽ കോട കണ്ടിട്ടുള്ളവരൊക്കെ ഉണ്ടാവും, കടലിൽ പോകുന്നവരൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഞാൻ കണ്ടിട്ടില്ല. ഞാനിപ്പോൾ കണ്ടു. ഇവിടുത്തെ ഒരു ലെവൽ ക്രോസ് കണ്ടോ? നോക്കി, ട്രെയിൻ കടന്നു പോകാൻ വേണ്ടി ലെവൽ ക്രോസ് അടച്ചിട്ടിരിക്കുകയാണ്. വണ്ടികളൊക്കെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഈ പുള്ളി ഇവിടെ മറ്റേ ഈ ബൈക്കിൽ വന്ന ആളാണ്. പുള്ളി അവിടെ നിൽപ്പുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് അതിൻ്റെ അടിയിൽ കൂടെ നുഴഞ്ഞു പോകാം. പുള്ളി പോവില്ല, ആരും പോവില്ല. നമ്മുടെ നാട്ടിലൊക്കെ എന്നാ നമ്മൾ ചെയ്യുന്നത് അല്ലേ? ഒരു ലെവൽ ക്രോസ് ഉണ്ടെങ്കിൽ അതിനിടയ്ക്കൂടെ ട്രെയിൻ വരുന്നതിൻ്റെ തൊട്ടടുത്ത നിമിഷം വരെ നമ്മൾ കടന്നു പോകും. എന്നിട്ട് അവിടെ ഇവിടെയും പോയി കുത്തിത്തിരിപ്പുണ്ടാക്കി പ്രശ്നങ്ങളാക്കും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും. ആ കാര്യത്തിലൊക്കെ നമ്മൾ ഇനിയും ഒത്തിരി മാറേണ്ടിയിരിക്കുന്നു. സിവിക് സെൻസ് നമ്മൾ ഒത്തിരി പഠിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ആരും കുത്തിക്കയറ്റി വയ്ക്കില്ല. ഇങ്ങനെ ഒരു സ്ഥലത്ത് നമ്മുടെ നാടാണെങ്കിൽ ഒരു ബസ് അതിലൂടെ കൊണ്ടുവന്ന് ഇവിടെ കയറ്റി വയ്ക്കും, ഒരു ഓട്ടോക്കാരൻ കൊണ്ടുവന്ന് ഇപ്പുറത്ത് കയറ്റി വയ്ക്കും, ബൈക്കുകാർ കൊണ്ട് അവിടെ കയറ്റി വയ്ക്കും. ഇവിടെ മുമ്പിൽ നിന്ന് ശശിയാവും. അതാണ് ബേസിക്കലി എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ ആ ട്രെയിൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ ഓസ്ലോയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ട്രെയിനാണ്. ആ ട്രെയിനാണ് ഇപ്പോൾ തിരിച്ചു പോകുന്നത്. സ്റ്റാബെക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. ദിസ് ക്ലിപ്പ് ഈസ് ഡെഡിക്കേറ്റഡ് ഫോർ ഋഷി. എൻ്റെ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് ട്രെയിൻ കാണിച്ചാൽ ഋഷി എൻ്റെ വീഡിയോ കാണുള്ളൂ. ഇതിപ്പോൾ പോയി കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ആ സെക്കൻഡിൽ തന്നെ ഓപ്പൺ ആവേണ്ടതാണ്. ഇത് എപ്പോഴാണ് ഓപ്പൺ ആകുന്നത് നോക്കട്ടെ. നമ്മളവിടെ ഒരു ടൈം ഗ്യാപ്പ് ഉണ്ട്. നമ്മളിവിടെ പോയി കഴിഞ്ഞിട്ട് എത്രയോ 1 മിനിറ്റോ അങ്ങനെ എന്തോ സമയം കഴിഞ്ഞിട്ടേ അത് ഓൺ ആവുള്ളൂ. ഇവിടെ ഫുൾ അന്നേരം തന്നെ ഓണായി കഴിഞ്ഞു. പോകുന്നില്ലേ ആരും? പോകുന്നില്ല? പോയി. പുള്ളി വിചാരിച്ച് ഞാൻ ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയെന്ന്. അല്ല, ഇവിടെ ഗ്രീൻ ആയിട്ടുണ്ടായിരുന്നില്ല. ഗ്രീൻ ആയി കഴിഞ്ഞാലേ ആൾക്കാർ പോവുള്ളൂ. അതുകൊണ്ട് കണ്ടില്ലേ, ഞാനിപ്പോൾ നടക്കുന്ന സ്ഥലം കണ്ടോ? ഇവിടുത്തെ റോഡിൻ്റെ വീതി കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നല്ല പല സ്ഥലത്ത് ഞാൻ ശ്രദ്ധിച്ച കാര്യമാണ്. ഇത് പെഡസ്ട്രിയൻസിനുള്ള സ്ഥലമാണിത്. ഈ കളറിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് സൈക്ലിസ്റ്റുകൾക്ക് പോകാൻ വേണ്ടിയുള്ള സ്ഥലമാണ്. അതിലൂടെ നമ്മൾ നടക്കാൻ പാടില്ല. പിന്നെ ഈ കാണുന്നതാണ് റോഡ്, വാഹനങ്ങൾക്കുള്ളത്. ശരിക്കും ആ റോഡിൻ്റെ അതേ വീതി ഈ പെഡസ്ട്രിയൻസിനും സൈക്കിൾസിനും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ ഞാൻ കണ്ട പ്രത്യേകത. അല്ലേ, അവരതിലൂടെ പോവുള്ളൂ, നമ്മളിതിലൂടെ നടക്കണം, വണ്ടികൾ അവിടെ കൂടെ പോകും. ഇതാരും അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല. എല്ലാവരും കൃത്യമായിട്ടത് പാലിക്കുകയും ചെയ്യും. ഇനി ആരെങ്കിലും ഇപ്പോൾ ഞാൻ പെഡസ്ട്രിയൻ സ്ഥലത്തൂടെ അല്ല ഇതിലൂടെ നടക്കുകയാണെങ്കിൽ അതിലൂടെ വരുന്ന സൈക്കിളുകാരൻ എന്നെ തെറി വിളിക്കുകയും ചെയ്യും. രാവിലെ എണീറ്റുകൊണ്ട് വയർ കത്തുന്നു. എന്തെങ്കിലും വയറ്റിലോട്ട് പോകണം, വിശപ്പെന്ന് വെച്ചാൽ ചെറിയ എന്തെങ്കിലും കിട്ടിയാൽ മതി. നോക്കട്ടെ കളവെല്ലാം ഉണ്ടോ. ഞാൻ ഇന്നലെ എഡ്വാർഡ് മഞ്ച് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു ചിത്രകാരനെ പറ്റി പറഞ്ഞില്ല, നമ്മുടെ മഞ്ച് മ്യൂസിയം. ആ എഡ്വാർഡ് മഞ്ച് എന്ന് പറഞ്ഞ ആൾ ജീവിച്ചിരുന്ന സ്ഥലമാണ് ഈ മോസ് എന്ന് പറയുന്നത്. ഇവിടെ മഞ്ചിൻ്റെ ഒരു സമയം എഴുതി വെച്ചിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ. അതായത് മഞ്ച് താമസിച്ചിരുന്ന സ്ഥലമാണ് മോസ് എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളി ഓസ്ലോയിലും ബാക്കി ഫ്രാൻസിലേക്കും ജർമ്മനിലേക്കൊക്കെ ഉള്ള യാത്രകൾക്കിടയിൽ പുള്ളിയുടെ ഒരു മെയിൻ സ്ഥലമായിരുന്നു ഈ ഒരു റെയിൽവേ സ്റ്റേഷനും ഇതിനോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളും. പിന്നെ പുള്ളി മോർണിംഗ് വാക്കിന് വരുന്ന സമയത്ത് ഇവിടെയുള്ള ഏതൊരു കോഫി ഷോപ്പിൽ നിന്നും ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമായിരുന്നു, എന്നും പത്രം വാങ്ങിച്ചുകൊണ്ട് പോകുമായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്.
പിന്നെ ലോകമെമ്പാടുമുള്ള, അതായത് യൂറോപ്പിലെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ, ആർട്ടിസ്റ്റുകൾ പുള്ളീനെ കാണാനായിട്ട് ഈ റെയിൽവേ സ്റ്റേഷനിലാണ് വന്ന് ഇറങ്ങിയിരുന്നത്. അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു. പിന്നെ ഈ മഞ്ചെന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അങ്ങനെ വലിയ പുള്ളിയായിരുന്നു. എനിക്കറിയില്ലായിരുന്നു. ഞാൻ ആക്ച്വലി നമ്മൾ വളരെ കുറച്ച് ആൾക്കാരെ മാത്രമല്ല ഇങ്ങനെ കേട്ടിട്ടുള്ളൂ, ചിത്രകാരന്മാർ. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് പുള്ളിയെ പറ്റി പറഞ്ഞത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, പുള്ളിയെ പറ്റി കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ വെച്ചാണ് അദ്ദേഹം നല്ല മദ്യപാനിയായിരുന്നു. അപ്പോൾ ഇവിടെ വെച്ചാണ് അദ്ദേഹം എന്താ പറയുക, ആർട്ടിസ്റ്റ് ഹാഡ് ബിക്കം എ നോൺ ഡ്രിങ്കർ. അതായത് അദ്ദേഹം നോൺ ഡ്രിങ്കർ ആയത് ഇവിടെ വെച്ചാണെന്ന് എന്തൊക്കെയോ പറഞ്ഞ് കുറേ സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്തായാലും ഇവിടെ ഒരു കടയുണ്ട്, എന്തെങ്കിലും മഞ്ച് മമ്മം കഴിക്കട്ടെ. ഇത് നമ്മുടെ മഞ്ച് വന്ന് ചായ പിടിച്ച കടയാണോ? അല്ലല്ലോ, നല്ലെന്ന് തോന്നുന്നു. ഇവിടെ പത്രമൊക്കെ ഉണ്ട് കേട്ടോ, പത്രം പിന്നെ മാഗസിൻസ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടെ ഈ കടയിൽ ഇവിടെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. കോഫി, ടീ മെഷീൻസൊക്കെ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് തന്നെ എടുക്കാം. എന്നിട്ട് നമുക്ക് തന്നെ ബില്ല് ചെയ്തിട്ട് കൊണ്ടുപോകാം. പിന്നെ ഇവിടെ കുറേ ഫുഡും സംഭവങ്ങളും, ജ്യൂസ്, ഫ്രഷ് ജ്യൂസ്, അങ്ങനെയുള്ള പല സാധനങ്ങളും വെച്ചിട്ടുണ്ട്. സാൻഡ്വിച്ച്, പിന്നെ റോള്, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. മനസ്സിലായോ? പൈസ കൊടുക്കണം, അത്രേ ഉള്ളൂ. എൻ്റെ ട്രെയിൻ ലേറ്റാണ്, ട്രെയിനൊക്കെ ലേറ്റാണ്. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകണം, നമുക്ക് അടുത്തൊരു ഗ്രാമത്തിലേക്ക് പോകാം, ഹെൽഡൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. പിന്നെ ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് അവിടെയാണ്, 1 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ ആനയ്ക്ക് സംഭാവന ഹേ, ആനയ്ക്ക് സംഭാവന, അതാ പറയുന്നേ. അതേ വരുന്നു നമ്മളെ മോൻ ലേറ്റായിട്ട്. നമ്മളിപ്പോൾ ആക്ച്വലി ഇവിടുത്തെ ബോർഡർ ടൗൺ ആയിട്ടുള്ള ഹാൽഡൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. ഞാനിവിടെ ഇറങ്ങാൻ വേണ്ടിയുള്ള പ്ലാനായിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ഇനിയിപ്പോൾ അടുത്ത ട്രെയിൻ 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്നാ ചെയ്യും? 2.5 മണിക്കൂറൊന്നും ചെയ്യാനുള്ളതൊന്നും ഇല്ല ഇവിടെ. കാലാവസ്ഥയും പോരാ. തീസ്ത നദി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലെ നദിയില്ലേ, അതേപോലെ തീസ്ത റിവർ എന്ന് പറഞ്ഞ് ഇവിടെ ഒരു റിവറുണ്ട്, TISTA. തീസ്ത നദീ തീരത്തുള്ള ഒരു സ്ഥലമാണിത്. ഭയങ്കര രസമായിരുന്നു വരുമ്പോൾ കാണാനായിട്ട്. ഈ കാണുന്ന ഈ ചെറിയ റിവർ കണ്ടോ, ഇതാണ് തീസ്ത നദി. കണ്ടില്ലേ? ഇവിടെ ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ പേരൊക്കെ കണ്ടില്ലേ, തീസ്ത എന്നൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം കുറേ പഴയ ബിൽഡിങ്ങുകളൊക്കെ ഉള്ള ഒരു നഗരമാണ്. ഒരു പഴയ പാലമൊക്കെ കാണാം, പഴയ പാലങ്ങളും പുതിയ പാലങ്ങളും, കുറേ പഴയ കെട്ടിടങ്ങളൊക്കെ കാണാം. ശരിക്കും യൂറോപ്പിൽ ഭംഗി എന്ന് പറയുന്നത് അവിടുത്തെ പഴയ കെട്ടിടങ്ങളാട്ടോ. പിന്നെ വലിയ തിരക്കും ബഹളമൊന്നും ഇല്ലല്ലോ, ഭയങ്കര കാം ആൻഡ് ക്വയറ്റല്ലേ. വലിയ ബഹളമില്ല, ആൾക്ക് ധൃതിയില്ല. അത് ഭയങ്കര അതാണ് ശരിക്കും ഇവിടെയൊക്കെ ജീവിക്കാൻ ഭയങ്കര സുഖമാണെന്ന് പറയുന്നത്. ഇവിടെ ഏതൊരു വലിയൊരു തടിയുടെ എന്തോ ഫാക്ടറി, എന്തോരം തടികളെ കൊണ്ടുവച്ചിരിക്കുന്നതൊക്കെ, ആ തടിയെല്ലാം കൂടെ കൊണ്ടുവച്ചിട്ട് എന്തോ ചെയ്യുന്ന ഫാക്ടറിയാണ്. ഈ നോർവേ എന്ന് പറയുന്നത് ശരിക്കും ഉണ്ടല്ലോ, ഈ നോർത്തേൺ ലൈറ്റ്സ് കാണാൻ പറ്റുന്നൊരു രാജ്യമാണ്. നോർത്തേൺ ലൈറ്റ്സ് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന ഒരു രാജ്യമാണ് നോർവേ. പക്ഷേ എനിക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. പിന്നെ മിഡ് നൈറ്റ് സൺ, അതായത് പാതിരാത്രിക്ക് സൂര്യനെ കാണാൻ പറ്റുന്ന രാജ്യമാണ് നോർവേ മാത്രമല്ല, നോർവേ പിന്നെ ഐസ്ലൻഡ്, ഗ്രീൻലൻഡ്, സ്വീഡനൊക്കെ കാണാൻ പറ്റുമായിരിക്കും, ഫിൻലൻഡൊക്കെ കാണാൻ പറ്റുമായിരിക്കും പാതിരാത്രിക്ക് സൂര്യൻ. നമ്മൾ അയർലൻഡിലെ ഡബ്ലിൻ എന്ന സ്ഥലമില്ലേ, അയർലൻഡിൻ്റെ ക്യാപിറ്റൽ, അത് കണ്ടുപിടിച്ചത് നോർവേക്കാരാണെന്നാണ് പറയുന്നത്, AD 800 കാലഘട്ടങ്ങളിൽ. പിന്നെ ഈ ലോകത്തെ ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന 2 രാജ്യങ്ങളാണ് ഫിൻലൻഡും നോർവേയും എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ജീവിത നിലവാരം വെച്ചിട്ടായിരിക്കും. അത്യാവശ്യം നല്ല ടാക്സാണ് ഇവിടെ നിന്ന് വാങ്ങിക്കുന്നത്. കിട്ടുന്ന ശമ്പളത്തിൻ്റെ 40% ടാക്സായിട്ട് വാങ്ങിക്കുന്നുണ്ട്. 40-40% അത് ടാക്സ് എടുത്തിട്ടാണ് നമുക്ക് ബാക്കി പൈസ കിട്ടുന്നത് തന്നെ. പിന്നെ ആ ടാക്സ് കൊടുക്കുന്നതിന് എന്താണ്, ഇവർക്ക് ബെനിഫിറ്റുകളുണ്ട്. സൗജന്യ വിദ്യാഭ്യാസം, സൗജന്യ മെഡിക്കൽ, പിന്നെ ഓരോ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ ഇത്ര രൂപ വെച്ച് കിട്ടും. കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം ഫ്രീ ആണ്. അവന് എന്ത് പഠിക്കണം, അവന് ഡോക്ടർ ആവണോ, എൻജിനീയർ ആവണോ, എന്ത് പഠിക്കണം എന്നുള്ളത് വെച്ചാൽ അതെല്ലാം ഫ്രീ ആണ്. എല്ലാം സൗജന്യമായിട്ട് സർക്കാർ നോക്കിക്കോളും. പിന്നെ കൃത്യമായിട്ട് പെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിട്ടയർമെൻ്റ് ആകുമ്പോഴത്തേക്കിനും നമ്മുടെ കയ്യിൽ സാമ്പത്തികം കുറവാണെന്നുണ്ടെങ്കിൽ നമ്മളെ സർക്കാർ നോക്കും. നമ്മളുടെ ഹെൽത്ത് കെയർ, ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം നമ്മളെ സർക്കാർ നോക്കും. അങ്ങനെയുള്ള ഒട്ടേറെ
ആനുകൂല്യങ്ങൾ ഈ ടാക്സ് കൊടുക്കുന്നതുകൊണ്ട് ഇവിടുത്തെ രാജ്യത്തെ ജനങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താ, കൂടുതൽ ആളുകൾ ടാക്സ് കൊടുക്കുന്നു, നിർബന്ധമായിട്ട് ടാക്സ് കൊടുത്തേ പറ്റുള്ളൂ. ഈ ടാക്സ് കൊടുക്കുന്ന ആളുകളിൽ നിന്നും പൈസ വാങ്ങിച്ചിട്ടാണ് ടാക്സ് കൊടുക്കാത്ത പാവങ്ങളായിട്ടുള്ള ആളുകളെ സഹായിക്കുന്നത്. അപ്പോൾ ഈ ടാക്സ് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ജനങ്ങൾക്കും പ്രയോജനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം, അല്ലേ? യെസ്. അപ്പോൾ സർക്കാർ അതുപോലെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊരു കിഡിലെ സ്റ്റേഷനാണേ. സ്ഥലത്തിൻ്റെ പേരെന്നറിയാം, ഇ ഡി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അവിടെ വലിയൊരു ലേക്കൊക്കെ കാണുന്നത്. എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയാം ലേക്ക്. അവിടെയും ലേക്കുണ്ട്, അതുപോലെ ഇപ്പുറത്തും ലേക്കുണ്ട്. ഇപ്പുറത്തെ ലേക്ക് ആ വീടുകളുടെ അപ്പുറത്താണ്. അങ്ങനെ 2 ലേക്കിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് ഈ കാണുന്ന സ്റ്റേഷൻ. ഇത് ബോർഡർ സ്റ്റേഷനാണ്. തിരിച്ച് സ്വീഡനിലെത്തി നമ്മൾ. എല്ലായിടത്തും ഓരോ മിനിറ്റ് സ്റ്റോപ്പേ ഉള്ളതാണ്. പക്ഷേ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത 2 മണിക്കൂർ കഴിഞ്ഞാൽ ട്രെയിനുള്ളൂ. അപ്പോൾ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പെട്ടു. കാരണം ഇവിടെ എന്ത് ചെയ്യാനൊന്നുമില്ല, ഒരു കട പോലും ഇല്ല. കണ്ടില്ല, ഇതാണ് സ്റ്റേഷൻ ബിൽഡിംഗ്. ഇത്രയേ ഉള്ളൂ ബിൽഡിംഗ് എന്ന് പറയുന്നത്, വേറെ ഒന്നുമില്ല ഇവിടെ. ശരിക്കും ഇതൊരു റിയൽ ഗ്രാമമായിരുന്നു. സ്വീഡനിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കിനും ട്രെയിൻ പറന്നുകൊണ്ടിരിക്കുകയാണ്, പറപ്പിക്കുകയാണ്. ലോക്കൽ ട്രെയിനാണ് പറക്കുന്നത്. അങ്ങനെ നമ്മൾ ഗോത്തൻബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇപ്പോഴാണ് ഞാനൊരു സംഭവം ഞാനിങ്ങനെ പ്ലാൻ ചെയ്തത്. ഗോത്തൻബർഗ് എന്ന് പറയുന്നത് നമ്മുടെ വോൾവോൻ്റെ തലസ്ഥാനമാണ്. അതായത് വോൾവോ ജനിച്ചത് ഇവിടെ നിന്നാണ്, വോൾവോ കമ്പനി ആരംഭിച്ചത് ഇവിടെ നിന്നാണ്, വോൾവോയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സ്കാനിയയുടെ കണ്ടതിലും ഒരു കിടിലൻ ഒരു വോൾവോൻ്റെ ഒരു മ്യൂസിയം, എക്സ്പീരിയൻസ് സെൻറ്റർ സംഭവങ്ങളും, പിന്നെ ഇന്ന് ലോഞ്ച് ചെയ്തൊരു പുതിയ വണ്ടിയൊക്കെ അവിടെ കിടപ്പുണ്ട്, ഇലക്ട്രിക് SUV ഒക്കെ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്തു, നമുക്ക് നേരെ അവിടേക്ക് പോകാം. അപ്പോൾ വോൾവോ വിശേഷങ്ങൾ, കുറച്ച് ബസ് ഫാനിങ്ങും കാർ ഫാനിങ്ങും കുറച്ച് ഓട്ടോമോട്ടീവ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമായിരിക്കും, അമേസിങ് സംഭവമായിരിക്കും, അത് ഉറപ്പാണ്. എനിക്ക് ഐ എം സൂപ്പർ എക്സൈറ്റഡ് ടു ഗോ ദേർ. അപ്പോൾ സീ യു ഗൈസ് ടുമോറോ. അപ്പോൾ എത്താറായി, ഇറങ്ങട്ടെ. ബൈ ബൈ.